ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡർ BS6 മോഡലാണ്. ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ്, കമ്പനി ലൈനറാണ് കിടക്കണേ. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ആ ലൈനർ ഉറഞ്ഞിട്ട്, അതായത് ലൈനർ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഹബിനകത്തായി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുക. ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, ടൈറ്റ് ചെയ്യാനുണ്ട്. അത് അഡ്ജസ്റ്റിങ് നമുക്ക് ഏകദേശം ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ ഒരു സർവീസ് കൂടി നമുക്ക് ടൈറ്റ് ചെയ്യാം. അടുത്ത സർവീസിൽ ഒരു വർഷം നമുക്ക് ചെയിൻ സ്പെയർ മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്കുന്നുണ്ട്. നമ്മൾ കാര്യമായിട്ടുള്ള പൊടി കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അത് ക്ലീൻ ചെയ്ത് കുറച്ച് കയറ്റിയാൽ. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് ലൂസായിട്ട് ഫ്രണ്ടിൽ നിന്ന് നല്ല വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആ നമ്പർ പ്ലേറ്റ് ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക്, ക്യാം, ഹബ്ബ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് കിടക്കുന്നത്. സാപ്പർ മോഡലാണ്, ഇത് വന്നപ്പോഴുള്ള ടയറാണ് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നോക്കുമ്പോൾ ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോയുടെ ബാറ്ററി. ഇങ്ങനെ നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ വാല്യൂസിനകത്ത് കാണിക്കും. ബാറ്ററിയുടെ പുതിയ ബാറ്ററിയാണ്, കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. വാറണ്ടി പീരീഡിലുള്ളതാണെങ്കിലും നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതുകൂടി ചെയ്യണമല്ലോ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്വിച്ച് ഐറ്റംസ്, സ്വിച്ചിൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ മിററിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനുണ്ട്. ടയർ പ്രഷർ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇലക്ട്രിക്കൽ കമ്പോണൻസ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. ഇൻഡിക്കേറ്റർ, ഫോണ്, ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടത്തിൽ തന്നെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ സൗണ്ട് വേരിയേഷൻ, ആ ഒരു വൈബ്രേഷൻ മാത്രമാണ് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആവണതിൻ്റെ അനുസരിച്ച് വിളിക്കാം. അപ്പോൾ ഡീറ്റെയിൽസും എസ്റ്റിമേറ്റൊക്കെ വാട്സാപ്പിൽ തരാം. ഓക്കെ.